ഈ വിലക്ക് ഓടുന്ന ഈ വണ്ടി കിട്ടൂല. ഫേസ്ബുക്കിൽ നിങ്ങൾ തപ്പിക്കോളി. 2014 വണ്ടി ഇപ്പോൾ ഫേസ്ബുക്കിൽ കറങ്ങി കളിക്കുന്നുണ്ട് 3 ലക്ഷം രൂപ തന്നെ. ഇത് റീ വണ്ടി ഒന്നല്ലോ, റീ വണ്ടി ഒന്നല്ല അല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. 2014 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സോറി 13 ഡീസലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1.60 മൂപ്പർ ലാസ്റ്റ് ചോദിക്കുന്നത്. മാക്സിമം 25-30 ഉണ്ടെങ്കിൽ ഏകദേശം വണ്ടികളൊക്കെ ഇവിടുത്തെ കൊണ്ടുപോകാം തന്നെ. പ്രൊഫൈൽ പിക്ചറൊക്കെ ഉസാറാണെന്നുള്ളൂ. പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉസാറാണ്. ഇവിടെയുള്ള ഏകദേശം മാക്സിമം വണ്ടികള് 50 ഒന്നും വേണ്ട. അത് 30, 20, 25 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളെ സിവിൽ സ്കോർ, നിങ്ങളെ ട്രാക്ക്, അതായത് നിങ്ങളെ പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം 10. എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെറിയ പൈസക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിച്ചപ്പൊളി വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ചെറുവണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. ഞാൻ ഇന്നുള്ളത് മഞ്ചേരി ടു കോഴിക്കോട് റോഡിലുള്ള സൺറൈസ് യൂസർ കാർ ഷോറൂമിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് മുജീബ് ഖാണ്. മുജീബ് ഖാൻ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? പിന്നെ മുജീബ് ഖാൻ, ഇത് കറക്റ്റ് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പ്രേക്ഷകരോട്. നമ്മള് മഞ്ചേരിയിൽ നിന്ന് വരികയാണെങ്കിൽ 3.5 കിലോമീറ്റർ ആ കാണുന്നത് അമൃത വിദ്യാലയം. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഇത് നറുകര എന്ന് പറയും. ഓക്കെ, നറുകര. അപ്പൊ ഇവിടെ അറിയപ്പെടുന്നത് സ്കൂളാണ്, അമൃത വിദ്യാലയം. ഓക്കെ, സ്കൂളിന്റെ തൊട്ട് അടുത്തുള്ള യാർഡാണ്. വലിയ യാർഡാണ്. ഏകദേശം 40 വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ കുറച്ച് വണ്ടികൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കാണണമെന്നെങ്കിൽ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, നേരെ വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ജനപ്രിയ വണ്ടിയായ വാഗനറിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട്, അതുപോലെ തന്നെ ഒരു മാനുവൽ ഉണ്ട് അല്ലേ? നമുക്ക് ആദ്യം ഓട്ടോമാറ്റിക് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് എത്രയാണ് മോഡൽ? 2016 മോഡൽ. 2016 മോഡലാണ്. ഓപ്ഷൻ വരുന്നത്. ഓക്കെ, വണ്ടി എന്ത് പാട്? വണ്ടി കുഴപ്പമൊന്നുമില്ല. ഏതോ ഒരു ഡോർ എന്തൊക്കെ ചെറിയ ചില്ലറ മാറിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. മേജർ ആക്സിഡന്റ് അല്ല, ഒരു ഡോർ മാറിക്കുന്നല്ല. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? വണ്ടി ആകെ 54,000 ഓടി. 54,000 ഓടിയിട്ടുണ്ടല്ലേ? ഓണർഷിപ്പ് തന്നെ സിംഗിൾ ഓണർ ആണ്. പിന്നെ ഇതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കണതൊക്കെ 390 390 ചോദിക്കുന്നത് അല്ലേ? നമുക്കൊരു 360 കിട്ടി കൊടുക്കാം. വില നെഗോഷ്യബിൾ ആണ്. 390 ചോദിക്കുന്നത്. വില കുറച്ച് തരും. ഇതിന് മാക്സിമം ഫിനാൻസ് ഒക്കെ മാക്സിമം ഫുൾ ഓൺ തന്നെ കിട്ടും. ഫുൾ ലോൺ കിട്ടും. ഓക്കെ, നല്ല പ്രൊഫൈൽ ഒക്കെ വേണ്ടി വരും. ഓക്കെ, നല്ല സിവിൽ സ്കോർ, നല്ല ട്രാക്ക് ഉള്ളവരാണെങ്കിൽ ഫുള്ള് ലോൺ ഒരു ഉപ്പ കൊടുക്കാതെ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. 390 ചോദിക്കുന്നുണ്ട്. മാക്സിമം 360 മുജീബ് ഖാൻ തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് മാനുവലിലേക്ക് പോകാം. മാനുവൽ ആണെങ്കിൽ ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2010 മോഡൽ 11 റേസ്. ഓക്കെ, ഇത് മറ്റേ CNG പെട്രോൾ ആണ്. CNG പെട്രോൾ ആണ് അല്ല? രണ്ടും പോകും. സ്റ്റാർട്ടിങ് പെട്രോളാ വരിക, പിന്നെ ഓട്ടോമാറ്റിക് CNGക്ക് മാറും തന്നെ. അതന്നെ ഓട്ടോമാറ്റിക്കലി മാറാണ്. ഓക്കെ, 30 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും CNGക്ക്. മൈലേജ് ആണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ വണ്ടി എടുത്താൽ മുതലാവും. മൈലേജ് നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചപ്പൊളി വണ്ടിയല്ല. വണ്ടി തട്ടുമുട്ട് വെക്കൊന്നുമില്ലല്ലോ. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. നല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ല ഒരു വണ്ടിയാണ്. ഇത് ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? ഇത് 1.30 ഓടി. 1.30 ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് തേർഡ് ഓണറാണ്. പഴയ വണ്ടിയല്ലേ? ഒരു 3 ഓണറൊക്കെ കയറി. 2019 3 ഓണർ വലിയ കാര്യമാക്കാനില്ല. ഈ 11 രജിസ്റ്ററിലുണ്ട്. 26 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ. 26 വരെ പേപ്പർ കാര്യങ്ങളുണ്ട്. 11 റൈസനാണ് കേട്ടോ. ഓക്കെ, ഇതിന് നിങ്ങള് പിന്നെ ചോദിക്കണ എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കണത് 2.40 2.20 കൊടുക്കല്ലേ? 2.40 ചോദിക്കണ്ടെങ്കിൽ 2.20 ലാസ്റ്റ്. CNG കിറ്റ് കയറ്റിയതാണ്. CNG കിറ്റ് കയറ്റണമെങ്കിൽ അത്യാവശ്യം അതിനൊരു എക്സ്പെൻസ് വരുന്നതാണ്. എത്ര വരുന്നുണ്ട് അതിന്? 65,000 വരും. 65,000 എക്സ്പെൻസ് വരുന്നുണ്ട് CNG കിറ്റ് കയറ്റാൻ. ഓക്കെ, ഇപ്പോ ഗ്യാസ് ഒക്കെ എല്ലാവർക്കും അവൈലബിൾ ആണെങ്കിൽ CNG കിറ്റ് വേണ്ടെങ്കിൽ നമ്മള് അതിനുള്ള പൈസ നമ്മൾ കുറച്ചെടുക്കും. എങ്ങനെ ഒരു 10-25 റുപ്യ സെക്കൻഡ് വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കാൻ പറ്റൂല. ആർക്ക് കൊടുത്താൽ 25 റുപ്യ കിട്ടും തന്നെ. ഓക്കെ, അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കളി കേട്ടോ. വീഡിയോയുടെ താഴെ മുജീബ് ഖാന്റെ നമ്പർ ഉണ്ട്. അപ്പൊ അതിൽ വിളിച്ചാൽ കറക്റ്റ്. കാര്യമായിട്ട് എന്ന് പറഞ്ഞാല് നമ്മള് ഈ സെയിൽസ് ചെയ്യുന്ന ആൾക്കാര്, ഈ തുണികള് അതേമാതിരി ഈ മുട്ടായികളൊക്കെ സെയിൽസ് ചെയ്യണവർക്കൊക്കെ നല്ല പറ്റും. ഈ റൂട്ടിൽ ഈ ഫണ്ട് പിരിവിനൊക്കെ പറ്റും. ഒരു മാരുതിയുടെ റിഡ്സ് കാർ നമുക്ക് നോക്കാം. ഇത് ഡീസൽ പെട്രോളാണ്? ഇത് പെട്രോൾ ആണ്. ഓക്കെ, LXI ആണ് വരുന്നത്. LXI ഓപ്ഷൻ അല്ലേ? മോഡൽ 2 ഡോർ വിൻഡോ നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, മോഡൽ 2016 റീവണ്ടിയാണ്. 2016 റീവണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ലേ? ഓക്കെ, വണ്ടി കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. പുറത്തുനിന്ന് വരുന്ന വണ്ടിയല്ല, അപ്പൊ ചോദിച്ചാണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലേ?
BF ആണ്. ഓക്കെ, അത് ചെക്ക് ചെയ്യുന്നവർക്ക് നേരെ നോക്കാം. പിന്നെ ഒന്നുമില്ല, ക്വാർട്ടർ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. നല്ല വണ്ടി. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും ഓട്ടം? ഇത് ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂ. 76 ആണ് കാണുന്നത്. റീവണ്ടിക്ക് നമ്മൾ അങ്ങനെ ജെന്യുവിന് പറയാൻ കഴിയൂല, റീവണ്ടി ആയതുകൊണ്ട്. പിന്നെ 800 വില ഉള്ളൂ. ചെറിയ 800 വിലക്ക് നമ്മൾ കൊടുക്കുന്നത് അല്ല, ചെറിയ പൈസക്ക് തരും കേട്ടോ, റീവണ്ടി ആയതുകൊണ്ട്. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 2016 ആണ് മോഡല്. ഇത് നമ്മൾ ചോദിക്കുന്നത് 260 ആണ്. 235 നമുക്ക് കൊടുക്കാം. 235 കൊടുക്കാം അല്ലേ? അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിക്കളി കേട്ടോ. ഒരു 230 വരെ ലോണും നമുക്ക് വാങ്ങി കൊടുക്കാം. 230 ലോൺ കിട്ടും. ഓക്കെ, ഫുള്ള് ലോണിൽ വണ്ടി എടുക്കട്ടോ. 2016 മോഡൽ വണ്ടിയാണ്. 235 ചോദിക്കുന്നത്. അതിനേക്കാളും നിങ്ങൾ കുറയാൻ ചാൻസ് ഉണ്ടോ? കുറയോ? കുറച്ചാല് നമ്മളെ ഒന്നും കിട്ടൂല. ഓക്കെ, 235 ലാസ്റ്റ് മൂപ്പർ ചോദിക്കുന്നത്. പിന്നെ വണ്ടി നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഈ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളോ റീപ്ലേസ് തട്ടുമുക്കൊന്നും ഇല്ല. അത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. സ്വിഫ്റ്റ് കാർ ഇത് മോഡൽ എത്ര തന്നെ? 2011 മോഡൽ. ഓക്കെ, വണ്ടി ഡീസലോ പെട്രോളോ? ഡീസൽ. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് LDI 2 ഡോർ വിൻഡോ നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, നിങ്ങൾ വീഡിയോയിലേക്ക് കൺവേർട്ട് ആക്കിയതാ? അതെ 2 ഡോർ വിൻഡോ. ഓക്കെ, 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ വരുന്നത്? AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ വിൻഡോ. ഓക്കെ, വണ്ടി ഇത് എത്ര ഓടിക്കണേ? വണ്ടി ഇത് 1.15 ഓടി. 1.15 ഓടിയിട്ടുണ്ട്. ഈ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ലല്ലോ. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ, എത്ര പേര് ചോദ്യം? ഇത് നമ്മള് 2.10 ഒക്കെ ചോദിക്കണേ. നമുക്ക് 1.85 കൊടുക്കല. 1.85 ലാസ്റ്റ് കൊടുക്കാം ഫൈനലായിട്ട്. 1.25 ലോണും കൊടുക്കുമ്പോൾ തന്നെ. അതിനൊന്നും താഴത്ത് പോരാണ്ടോ? 1.85 താഴത്തേക്ക് പോവില്ലല്ലേ? ഓക്കെ, 1.75 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കാം. അല്ല, 1.85. സോറി, 1.85 കൊടുക്കാം. 1.75 ഫിനാൻസ് കിട്ടും. വെറും 10 രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം അല്ലേ? ഓക്കെ, 2011 മോഡലാണ്. ഓക്കെ, സ്വിഫ്റ്റ് കാർ ആയതുകൊണ്ട് പിന്നെ ഏത് ഫൈനാൻസാലും തരും. ഫിനാൻസ് തരും. പിന്നെ ഇത് ഡീസൽ വണ്ടി ആയതുകൊണ്ട് മൈലേജും കിട്ടും അത്യാവശ്യം. പിന്നെ അപ്പൊ വേണമെങ്കിൽ വേഗം വന്നോട്ടോ. ഇവിടെ നമുക്ക് ഒരു ഫോർഡിന്റെ ഫേസ്റ്റ അല്ലെ? ഇത് ഡീസലാ? ഡീസൽ വണ്ടിയാണ്. ഇത് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുമല്ലേ? 20 കിട്ടും. ഓക്കെ, പിന്നെ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കോസ്റ്റ്ലി അലോയ്സ് ആണ്. പിന്നെ ഉള്ളില് ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ AC പവർ സ്റ്റിയറിംഗ് ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മോഡൽ എത്ര? ഇത് 2013 മോഡൽ. 13 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, എത്ര ഓടിണ്ടാവും? ഇത് ഓട്ടം 1ന്റെ മേലെ എന്തോ ചില്ലറ ഓടിക്കുന്നത്. വണ്ടി റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല വണ്ടിയാണ്. ഇത് ചോദിക്കുന്നത് ഇത് നമ്മൾ 1.60 ചോദിക്കുന്നുണ്ട്. 1.60 ആണ്. 2014 വണ്ടിയാണ്. 1.60 ചോദിക്കുന്നത്. ഈ വിലക്ക് ഓടുന്ന ഈ വണ്ടി കിട്ടൂല. ഫേസ്ബുക്കിൽ നിങ്ങൾ തപ്പിക്കോളി. 2014 വണ്ടി ഇപ്പോൾ ഫേസ്ബുക്കിൽ കറങ്ങി കളിക്കുന്നുണ്ട്. 3 ലക്ഷം തന്നെ. ഇത് റീ വണ്ടി ഒന്നല്ലോ? റീ വണ്ടി ഒന്നല്ല അല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ. 2014 മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സോറി 13 ആണ്. ഡീസലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1.60 മൂപ്പർ ലാസ്റ്റ് ചോദിക്കുന്നത്. അപ്പാണെങ്കിൽ 1.55 നമുക്ക് കൊടുക്കും. 1.55 കൊടുക്കും അല്ലേ? അപ്പാണെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കിക്കോട്ടോ. ഹോണ്ടന്റെ അമേസ് നമുക്ക് നോക്കാം. ഡീസൽ വണ്ടിയാണ്. ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഏകദേശം 10-25 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട്. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2015 മോഡല്. ഓക്കെ, 16 റേസർ. ഓക്കെ, ഇത് റീ വണ്ടി ആട്ടോ. റീ വണ്ടിയാണ്. അതെ. ഓക്കെ, കേരള വണ്ടിയല്ല, റീ വണ്ടിയാണ്. അത്യാവശ്യം നല്ല കാണാൻ വൃത്തിയുണ്ടല്ലോ വണ്ടി. കേരള വണ്ടിയാണെങ്കിൽ ഇപ്പൊ ഇതിനൊരു 3.25 മാർക്കറ്റ് ഉണ്ടാവും. 3.25 മാർക്കറ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില 2.90 ആണ്. റീ വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ആണെങ്കിലും ഒരു 3ന്റെ മേലക്കാണ് എല്ലാവരും ഇത് ചോദിക്കുന്നത്. നമുക്ക് അത് നോട്ടൊന്നുമില്ല. നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കാം. എന്തായാലും പുതിയ വർഷമൊക്കെ വരുന്നല്ലേ, ഓഫറിൽ അങ്ങോട്ട് കൊടുത്ത് ഒഴിവാക്കല്ലേ? ഓക്കെ, 2.90 എവിടെയും കിട്ടാത്ത വിലക്കാണ് വിലയാണ് നിങ്ങൾ പറയുന്നത്. ഇത് ഫിനാൻസ് എത്ര കിട്ടും? ഇത് ഫിനാൻസ് 2.25 വരെ ഫിനാൻസ് കിട്ടുമല്ലേ? 10-25 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി. ഇത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? റീ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. മെയിൻ ക്ലാസ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇല്ലല്ലേ? മെയിൻ ക്ലാസ് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാല് ഹോണ്ടന്റെ ഇതൊക്കെ ഉണ്ട്, എംബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, പിന്നെ റീ വണ്ടി ആകുമ്പോ നമുക്ക് മേജർ പറയാനേ പറ്റുള്ളൂ. അതെ, മെയിൻ ക്ലാസ് സാധാരണ എല്ലാവർക്കും ഇപ്പൊ എന്താ അറിയോ, റീ വണ്ടി ആയാലും വേണ്ടി എന്ത് വണ്ടി ആയാലും വേണ്ടി ഫുള്ള് ലോൺ കിട്ടണം, വില കുറയണം. അതെ, അതാണ് ഇപ്പൊ എല്ലാവരും ഉദ്ദേശം. അല്ല, ഉണ്ടായിന്റെ ഒരു i20 ഡീസൽ വണ്ടി അല്ലേ? അതെ. ഓക്കെ, ഇത് പഴയ മോഡലല്ലേ? എത്ര മോഡലാണ്? 2010 ലാസ്റ്റ്. 2010 ലാസ്റ്റ് മോഡലാണ്. വണ്ടി എന്ത് പഠിക്കാം? വണ്ടി നല്ല വണ്ടിയാണ്. കവറും കാര്യങ്ങളൊക്കെ ലെതർ ചെയ്തിരുന്നു. നമ്മൾ പക്ക ഒരു പാർട്ടിന്റെ കയ്യിൽ നിർത്താണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതൊക്കെ എത്ര ഓട്ടം ഉണ്ടാവും? ഓട്ടം 1.30. 1.30 ഓടിക്കണല്ലേ? 2010 15 കൊല്ലം കഴിഞ്ഞില്ലേ? അതെ. വണ്ടി വേറെ അപാകങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടിയാണ്. എത്ര ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കണേ 2 രൂപ. 2 രൂപയാണ്. 1.85 നമുക്ക് കൊടുക്കും. 1.85 ഫൈനലായിട്ട് കൊടുക്കാം. അപ്പൊ മാക്സിമം ഫിനാൻസ് കിട്ടുമോ?
ഇതിന് ഫിനാൻസ് നമുക്ക് നോക്കാം. ശ്രീറാം ഫിനാൻസ് 2010 നമുക്ക് ഫിനാൻസ് കിട്ടാൻ സാധ്യത കുറവല്ല. എന്തുണ്ട് കൊടുക്കാം, നമുക്ക് എവിടെയിട്ട് വേണം നമുക്ക് കൊടുക്കാം. വല്ല പ്രൈവറ്റോ ശ്രീറാം കൊടുക്കും. ഓക്കെ, ചില്ലറ പൈസ അല്ലേ ആകെ എത്ര 1.85 അല്ലേ കൊടുക്കാൻ പറഞ്ഞ 1.25 വരെയൊക്കെ നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു മാരുതിയുടെ എ സ്റ്റാർ നമുക്ക് നോക്കാം. ഇത് വണ്ടി ഓട്ടോമാറ്റിക് ആണ്, CVT ആണ് ഓട്ടോമാറ്റിക്. ഓക്കെ, മോഡൽ കാര്യങ്ങളൊക്കെ മോഡൽ 2011 മോഡൽ പറഞ്ഞോളി. CVT ആണ്, ഒന്നിന്റെ താഴെ ഓടിയാണ് 85 അങ്ങനെ ഓട്ടം, സിംഗിൾ ഓണർ വണ്ടി. ഇത് CVTന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, കയറ്റത്തുനിന്ന് വണ്ടി താഴോട്ട് ഇറങ്ങൂല, പ്രത്യേകത ഉണ്ട്. അതെ, എല്ലാവരും ഓട്ടോമാറ്റിക്കലി എല്ലാവരും നോക്കുന്നത് CVT തന്നെയാണ്. ഓക്കെ, വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ല. ആക്സിഡന്റ് മേജറായിട്ട് ഒന്നുമില്ല, അപകടമൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, നല്ല നീറ്റ് വണ്ടിയാണ്. എത്ര ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കണത് 2.40 നമ്മൾ ചോദിക്കുന്നത്. 2.40 ചോദിക്കുന്നത്, 2.20 കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാണകം വന്നോ. ചെറിയ പൈസക്ക് വണ്ടി നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി നാനോ കാർ ഇവിടെ ഉണ്ട്. എത്ര മോഡലിക്കാ? 13-14 മോഡൽ. 14 മോഡലാണ് അല്ലേ? 13 മോഡല് 14 റൈസിന്. ഓക്കെ, വണ്ടി എന്തുപാട്? ഇത് വണ്ടി ഉള്ളൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല അടിച്ചപൊളി ക്വാളിറ്റി സീറ്റ് കവർ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടാ. വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല, കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാണ്. ഇത് എത്ര ഓട്ടം ഉണ്ടാവും? ഇത് ഓട്ടം 66 ഓടിക്കുന്നത്. ഇത് നമ്മളെ പഴയ ഡിക്കില്ലാത്ത ടൈപ്പ് അല്ല? ഡിക്കില്ലാത്ത ടൈപ്പ്. ഓക്കെ, 66 ഓടിയിട്ടുണ്ടാവും അല്ലെ? ഇതിനെത്ര നിങ്ങൾ ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കുന്നത് 70 രൂപയാണ് ചോദിക്കുന്നത്. 65 രൂപ കൊടുക്കാം. 65 കൊടുക്കാം. ഇത് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ, ഇത് എടുത്തെങ്കിൽ അതിന് ഒന്ന് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല, ചെയ്യാല്ല. ഡാഷ്ബോർഡ് അടക്കാം, മറ്റേ സാധനം വരെ വെച്ച്. ഓക്കെ, അല്ല ഉള്ളില് നല്ലൊരു ബെഡ്റൂമിന്റെ ഒരു ഫീലിംഗ് അല്ലേ? ഓക്കെ, പിന്നെ ഈ പണി കാര്യങ്ങളൊന്നും നിലവിലില്ല. എടുക്കുന്ന ആൾക്ക് എണ്ണടിച്ച ഓടാന്നല്ലാതെ വേറെ മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് 4 ടയർ പുതിയതാ. 4 കടും പുത്തൻ ടയറാണ് കേട്ടോ. ഓക്കെ, ഇതിന് നിങ്ങള് 65 ലാസ്റ്റ് റേറ്റ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിന് ഫിനാൻസ് കിട്ടുമോ? എന്തെങ്കിലും ഫിനാൻസ് ഒന്നും കിട്ടൂല അല്ലേ? മോട്ടോർസൈക്കിളിന്റെ ചെറിയ മോട്ടോർസൈക്കിൾ, അതെ, ഒരു ബൈക്ക് എടുക്കുന്ന പൈസയേ ഉള്ളൂ. ബൈക്ക് സെക്കൻഡ് പുതിയതിനൊക്കെ 1 ലക്ഷം രൂപ ഉണ്ടല്ലോ. ഒന്നിന്റെ മേലെ. ഓക്കെ, അപ്പൊ ബാണാങ്ക് വേഗം വിളിച്ചോ. ഒരു എ സ്റ്റാർ തന്നെ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2010 ലാസ്റ്റ്. ഓക്കെ, 2010 ലാസ്റ്റ് മോഡലാണ് അല്ലേ? വണ്ടി എന്ത് പാടിക്കാം? വണ്ടി എല്ലാം ഉണ്ട്, സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. 76,000 കിലോമീറ്റർ. കുറച്ച് പാർട്ടി കുറച്ച് നേരം നിർത്തിയിട്ട വണ്ടിയാണ്. അവിടെ ഓയിലൊക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് 76 ഓടിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഉള്ളില് നല്ല വൃത്തിയുണ്ട് കേട്ടോ. പുറത്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ഇതിന് നിങ്ങൾ എത്ര ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കണം 1.40 അല്ലേ? 1.30 കൊടുക്കാം. 1.30 കൊടുക്കാം. ഓക്കെ, ഇതിന് ഫിനാൻസ് കിട്ടൂലല്ലോ? ഫിനാൻസ് നമുക്ക് ചെറുതൊക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കാം. ശ്രീ നമുക്ക് ശരിയാക്കി കൊടുക്കായിരിക്കും അല്ലേ? എന്തായാലും ചെറിയ പ്രൊഫൈലൊക്കെ വേണം, എന്നാലേ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, മാരുതിയുടെ എ സ്റ്റാർ ആണ്. 1.40 ചോദിക്കുന്നുണ്ട്. അപ്പൊ വില കുറച്ച് വരും. 1.20 കൊടുക്കാണല്ലോ? 1.30 കൊടുക്കാം ലാസ്റ്റ്. അപ്പൊ വേണമെങ്കിൽ വന്നോ. ഇവിടെ ഉണ്ടായിന്റെ ഒരു ഐറ്റം നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര? 2007 റൈസർ. 2007 പഴയ വണ്ടി അല്ലേ? 2007 മോഡലാണ്, 8 റൈസറാണ്. ഇത് 28 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 28 വരെ ഉണ്ട്. ഓക്കെ, വണ്ടി എന്ത് പാട്? വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റ് വണ്ടിയാണ്. ലേഡീസ് ഉപയോഗിച്ച വണ്ടിയാണ് തന്നെ. ഓക്കെ, ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 1.20 നമ്മൾ ചോദിക്കുന്നത്. ഒരു 1.10 കിട്ടി നമുക്ക് കൊടുക്കാം. 1.10 കൊടുക്കാം. 28 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ ആൾക്കാർക്ക് പറ്റിയ വണ്ടി അല്ലേ? ഡ്രൈവിംഗ് പഠിക്കാനും കൊണ്ടുനടക്കാനൊക്കെ പറ്റും. പറ്റും. 2000 ഇത് മോഡൽ കുറഞ്ഞു വിചാരിച്ചതിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ല എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, ഓക്കെ, വണ്ടി ഒരു വിശ്വസിച്ച് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. വീണ്ടും ഒരു എ സ്റ്റാർ നമുക്ക് നോക്കാം. എ സ്റ്റാർ ഇവിടെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് മോഡൽ എത്ര? 2010 ലാസ്റ്റ് മോഡൽ. 2010 തന്നെയല്ലേ ലാസ്റ്റ് മോഡൽ? ZXA ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് ഓട്ടം ഒന്നിന്റെ മേലെ എന്തോ ചില്ലറ ഓടിക്കണം അല്ലേ? വണ്ടി എന്ത് പാട്? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, മേജർ ആയിട്ട്. 2 എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. 2 എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, ഇത് എഞ്ചിൻ പെട്രോൾ അല്ലേ? പെട്രോൾ ZXA ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ചോദ്യം എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കണം 1.60 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കും. 1.5 കൊടുക്കാം. 1.5 കൊടുക്കും. ഓക്കെ, ബാണാങ്ക് വിളിച്ചോ. 1.5 ലാസ്റ്റ് തരും കേട്ടോ. ശരി, മഞ്ഞക്കിളി പരിചയപ്പെടാം. നാനോ കാറാണ് മഞ്ഞക്കിളി. എത്ര മോഡലാണ്? ഇത് 2011 മോഡൽ. 11 മോഡലാണ് അല്ലേ? ഓക്കെ, വണ്ടി എന്ന് പറയും? വണ്ടി കുഴപ്പമൊന്നുമില്ല. ഇത് ഡിക്ക് ഉള്ളതാണ്? ഡിക്കില്ലാത്ത വണ്ടി അല്ലേ? വാന്. ഓക്കെ, LX ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? വണ്ടി ഇത് എത്ര ഓടിയിട്ടുണ്ട്? AC പവർ AC വിൻഡോ. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. AC പവർ വിൻഡോ സ്റ്റിയറിംഗിന്റെ ആവശ്യമില്ല. ചെറിയൊരു മുട്ടക്കാറല്ലേ, സ്റ്റിയറിംഗിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. AC എന്തായാലും മസ്റ്റ് ആയിട്ട് പോകണം. അതെ, പിന്നെ 2 ഡോർ പവർ വിൻഡോ ഉണ്ട് അല്ല? AC ഉണ്ടാവും. ടയറൊക്കെ അത്യാവശ്യം കട്ടുള്ള ടയറാണ്. ഇത് 1800 ഒക്കെ എടുക്കുന്നവർക്കൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ്. അതെ, ചെറിയൊരു പൈസക്ക് ഒരു അല്ല ഫാമിലിക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വണ്ടി. ഓക്കെ,
ഈ ബൈക്കിലൊക്കെ പോണേക്കാളും സുഖമല്ലേ ഇപ്പൊ വെയിലും കൊള്ളണ്ട മയം കൊള്ളണ്ട. ഇത് നമുക്ക് കുറച്ച് മൈലേജും കിട്ടും. 20 മൈലേജും കിട്ടും ഇതില്. 22 മൈലേജ് കിട്ടും. 22 കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇതിന് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 50 രൂപ ചോദിക്കുന്നത്. 50 രൂപ ചോദിക്കണ്ടല്ലേ? താഴത്ത് പോകും 45 രൂപ. 45. ഇതില് പിന്നെ അത്രേ കുറക്കാൻ പറ്റുള്ളൂ അല്ലെ? 5 രൂപ ഒരു 10 രൂപ അല്ല 5-6 രൂപ കുറക്കാൻ പറ്റുള്ളൂ. അപ്പൊ വാണങ്ങ് വിളിച്ചോട്ടോ. നമുക്കൊരു 7 സീറ്റർ വണ്ടി നമുക്ക് പരിചയപ്പെടാം. സ്കോർപിയോ ആണ്. മോഡൽ എത്ര? ഇത് 2008 മോഡൽ. 2008 മോഡലാണ്. 28 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ. 28 വരെ പേപ്പർ ഉണ്ട് അല്ലേ? വണ്ടി എന്ന് പറയുന്നത് വണ്ടി അല്ല വണ്ടി കേട്ടോ. ഒക്കെ ഒരു പാർട്ടി കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ CRD എഞ്ചിൻ. ഓക്കെ. CRD എഞ്ചിനാണ്. CRD എഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെ, നല്ല വലിയ ഉണ്ടാവും. സൗണ്ട് കുറവായിരിക്കും. ശബ്ദം കുറവായിരിക്കും. ഇത് നമ്മൾ ചോദിക്കണ വില 2.35 നമ്മൾ ചോദിക്കണത്. 2.20 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇതിന് ലോൺ എന്തെങ്കിലും കിട്ടും? പ്രൈവറ്റ് ലോണേ കിട്ടുള്ളൂ. ചെറിയ പൈസ അല്ലേ? 2.20 അല്ലേ? ശ്രീരാമ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ഉറുപ്പ്യ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഉറുപ്പ്യ വരെ ചെയ്ത് കൊടുക്കാൻ പറ്റൂല്ലേ? അപ്പൊ വാണങ്ങ് വന്നോ. മാക്സിമം 2.20 കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്ത് നമുക്ക് ഒരു ഉണ്ടായിന്റെ അതേതാണ്? ഉണ്ടായി i10 ഗ്രാൻഡ് ഡീസൽ. i10 ഗ്രാൻഡ് ഡീസൽ വണ്ടിയാണ്. സ്പോർട്സ് അല്ല ഓപ്ഷൻ വരുന്നത്. ഇത് മോഡല്? ഇത് മോഡല് 2014 മോഡല്. ഓക്കെ. വണ്ടി എന്താ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏകദേശം ഡോക്ടർ യൂസ് ചെയ്താണ്. പ്ലസ് ഉണ്ട് അല്ലേ? ഒരു ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. വണ്ടി നല്ല നീറ്റ് വണ്ടി അല്ലേ? ഡീസലാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 24 മൈലേജ്. മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ. എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 3.4 ചോദിക്കുന്നത്. അതെ, നമുക്കൊരു 3 ലെവലിലേക്ക് നമുക്ക് കൊടുക്കാം. 3 രൂപ കൊടുക്കാം അല്ല? 3.10 നമ്മൾ ഉദ്ദേശിക്കണത്. 3 രൂപ കൊടുക്കല്ലേ? ഓക്കെ. ഇതിന് ലോൺ എത്ര കിട്ടും? ഇതിന് ലോൺ 2.25 വരെ ലോൺ. 25,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ എടുക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളി. 25 രൂപ മതി. നാനോ കാർ. ഇത് എത്ര മോഡലിക്കാ? ഇത് 2017 മോഡൽ ഓട്ടോമാറ്റിക്. 17 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ. ആ ഡിക്കിൾ വണ്ടി അല്ലേ? ഓക്കെ. ലേറ്റസ്റ്റ് മോഡലാണ്. നാനോയിൽ ലേറ്റസ്റ്റ് മോഡലാണ്. പിന്നെ വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 65,000 കിലോമീറ്റർ അങ്ങനെ ഓടി. 65 ഓടിയിട്ടുണ്ട് അല്ലേ? എന്തുവാട്? സെക്കൻഡ് ഓണർ വണ്ടി. 1.90 നമ്മൾ ചോദിക്കുന്നത്. MBന് കൊടുക്കുന്നത് 1.80 അല്ലേ? അതിനൊക്കെ ലോൺ കിട്ടൂലേ? ലോൺ നമുക്ക് ചെറുതൊക്കെ ചെയ്ത് കൊടുക്കാം. നാനോക്ക് പൊതുവെ കിട്ടൂല. നാനോക്ക് പൊതുവെ കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. വണ്ടി നല്ല വൃത്തിയുണ്ടല്ലോ. വണ്ടി വൃത്തിയുണ്ട്. നമ്മള് ഈ ടീച്ചേഴ്സിന് ഇതിനൊക്കെ പറ്റും. സ്കൂള് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ആവശ്യക്കാരനെ നോക്കി കളി. ഷവർ ലൈറ്റിന്റെ ഒരു വണ്ടി നമുക്ക് നോക്കാം. സ്പാർക്ക് ആണ്. മോഡൽ എത്രയ്ക്കാ? ഇത് 2007 മോഡൽ. 2007 മോഡലാണ് അല്ലേ? 8 റൈസർ ഉണ്ട്. 8 റൈസറിന്. അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ 28 വരെ ഉണ്ട് അല്ലേ? എന്തുവാട്? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പിന്നെ ചെറിയ ബഡ്ജറ്റിന്റെ വണ്ടിയാണ്. ചെറിയ പൈസക്ക് നോക്കി നടക്കുന്ന ആൾക്ക്. പെട്രോൾ അല്ല വണ്ടി? പെട്രോൾ വണ്ടിയാണ്. 70 രൂപ. 70 രൂപയാണ്. 70 രൂപ. ഓക്കെ. 65 രൂപ കൊടുക്കാം. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റും. പറ്റും. ഡ്രൈവിംഗ് പഠിക്കാൻ അത്യാവശ്യം ഓടാനൊക്കെ പറ്റും. പറ്റൂല. ഓക്കെ. അല്ല, വണ്ടി കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഒരു ഫാമിലിക്കൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ്. 70 രൂപ അല്ല? 70 രൂപ. 65 രൂപ കൊടുക്കും. 65 ലാസ്റ്റ് കൊടുക്കും. ഓക്കെ. ഇവിടെ നമുക്ക് ആൾട്ടോ കാർ നമുക്ക് നോക്കാം. ആൾട്ടോ കാർ കുറെ ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട്. ഈ പഴയ മോഡല് 800 അല്ല കേട്ടോ, ആൾട്ടോ ആണ്. പിന്നെ നമുക്ക് ആദ്യം ഇതിന്റെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് 2010 മോഡല്. 2010 മോഡലാണ്. ഈ ഒരു ബ്ലൂ കളർ വരുന്നത് അല്ലേ? ഹൈലൈറ്റ് കളറാണ് ബ്ലൂ കളർ. ഇത് ഓപ്ഷൻ വരുന്നത് ഏതാണ്? LXi. AC പവർ സ്റ്റിയറിംഗ്. പവർ വിൻഡോ ഉണ്ടോ? ഇറങ്ങിയിട്ടില്ല. ഓക്കെ. വണ്ടി എന്ത് പാടിയത്? വണ്ടി നല്ല വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓട്ടൊക്കെ 76,000 ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ. മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും ചെയ്യാണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. എണ്ണച്ചോട് അത്രേ ഉള്ളൂ. പിന്നെ 4 ടയർ പുതിയതാണ്. 4 കടുംപുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളില് സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. വൃത്തിയുണ്ട് വണ്ടി നല്ല. ഇതിനെത്ര ചോദിക്കണേ നിങ്ങള്? അപ്പോളോന്റെ 4 ടയർ പുതിയത് നമ്മള് ചെയ്ത് തന്നെയാണ്. വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ നമ്മള് ഇങ്ങനെ ചെറിയ ടച്ച് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത് 1.20 നമുക്ക് കൊടുക്കാം. പുതിയ റിന്യൂവൽ ഒക്കെ ചെയ്തിട്ട് പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ട് 1.20 കൊടുക്കാം. 2000 എത്ര മോഡൽ? 10 മോഡലാണ്. ഓക്കെ. അപ്പോ വാണങ്ങ് വിളിച്ചോ. അപ്പൊ അടുത്തൊരു ഒരു സിൽവർ കളറിൽ 2005 കാർ. ഇത് 2005 മോഡലാണ് അല്ലെ? ഒന്നുകൂടി പഴയതാണ് അല്ലെ? ഇത് വണ്ടി കണ്ടാൽ 2010 ഒക്കെ അതേ ലുക്ക്. അതെ, മോഡൽ കൂടിയ വണ്ടി പോലെയാണ് കാണുമ്പോൾ ഉള്ളത്. ഒരു പഴയ വണ്ടിന്റെ ആ ഒരു ലുക്ക് ഒന്നുമില്ല. ഇത് വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മേജറായിട്ട് മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല. പഴയത് തന്നെ അല്ലേ? ഓക്കെ. പോളിഷ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ പരമായിട്ട് ഇപ്പൊ എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല. ഇതിനെത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് വില അങ്ങോട്ട് കൊണ്ടൊന്നും പറയണ്ട. 85 നമ്മള് ചോദിക്കുന്നത്. ഒരു 78 രൂപ കൊടുക്കല. ഓക്കെ. 78 രൂപക്ക് നല്ലൊരു അടിച്ചാപ്പൊളി ആൾട്ടോ കാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇത് വണ്ടി 2005 ആണെങ്കിലും വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. മോഡൽ കൂടിയ വണ്ടി പോലെ തോന്നുന്നുണ്ട് കാണുമ്പോ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ.
സെന്ന് മോഡൽ എത്ര തന്നെ? ഇത് 2005 മോഡല്. നമ്മൾ പുതിയ റിന്യൂവൽ ഒക്കെ ചെയ്തിട്ട് കൊടുക്കുന്നു കേട്ടോ. ഇപ്പൊ ഓൾറെഡി ചെയ്തിട്ടില്ല? ഇല്ല ചെയ്യാനായി. ചെയ്ത് കൊടുക്കും അല്ലേ? കസ്റ്റമർ വന്നാൽ ചെയ്ത് കൊടുക്കും. ഓക്കെ. 5 അലോയ് വീൽസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അലോയ്സ് ഒക്കെ ചെയ്തിരുന്നല്ലേ? ഓക്കെ, നല്ല കോസ്റ്റ്ലി അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്. പുതിയ ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല കാണാൻ വൃത്തിയുണ്ട്. ഇത് വണ്ടി എന്ത് പഠിക്കാം? ഇത് വണ്ടി ഡീസലാട്ടോ. ഡീസൽ വണ്ടി അല്ലേ? മൈലേജ് കിട്ടും അല്ലെ? 25 കിലോമീറ്റർ മൈലേജ് കിട്ടും തന്നെ. 25 കിട്ടും തന്നെ. വണ്ടി എന്ത് പാടി? ഇത് നമ്മളിങ്ങനെ ഒട്ടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഞാന് ചെറിയ ഓട്ടത്തിലൊക്കെ ഓടുന്ന വണ്ടിയാ. അത് ശരി. അപ്പൊ നിങ്ങൾ മൈലേജ് കിട്ടുന്നോണ്ട് തന്നെ ഇത് എടുക്കണല്ലേ? അതെ. ഓക്കെ. ഇത് നമുക്ക് മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് എന്തോ മാറിയിട്ടോ. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? അല്ലാതെ വേറെ ബോണറ്റ് അടിക്കോ ഒന്നും മാറിയിട്ടില്ല. എത്ര ഇത് നിങ്ങൾക്ക് ചോദിക്കും? ഇത് നമ്മള് പുതിയ റിന്യൂവൽ ചെയ്ത് കൊടുക്കും. 85 രൂപ ലാസ്റ്റ് വില. ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് അല്ലേ? 85 ലാസ്റ്റ് വിലയാണ്. അതിന് കുറയാൻ എന്തെങ്കിലും ഉണ്ടോ? അതിന് പറയാനൊന്നും ഉണ്ടാവില്ല. റിന്യൂവൽ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരു 12,000-13,000 റുപ്യ ചെലവുണ്ടല്ലേ? ഓക്കെ. ചിലപ്പോ കസ്റ്റമർ ഇവിടെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. നമ്മളതിന്റെ പൈസ നമ്മൾ കുറച്ച് കൊടുക്കും. അവര് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ. 85 രൂപ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോട്ടോ. ഇപ്പൊ നിലവില് പണിയും കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക്കൽ പരമായിട്ട് ഫുൾ ആണല്ലേ? എണ്ണടിച്ച ഓടാന്നല്ലാതെ വേറെ പണിയില്ല കേട്ടോ. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. അപ്പൊ അടുത്ത നമുക്ക് ഒരു സെഡാൻ വണ്ടിയാണ്. പിന്നെ മാരുതിന്റെ SS4. ഇത് ഡീസലോ പെട്രോളാ? ഡീസൽ ആണല്ലേ? ഇത് എത്ര മൈലേജ് കിട്ടും? ഇത് 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. 18 കിലോമീറ്റർ മൈലേജ് കിട്ടും. സ്വിഫ്റ്റിന്റെ അതേ എഞ്ചിനാ. ഓക്കെ. ഇത് മോഡലൊക്കെ 2011 മോഡലാണ്. എന്ത് പാട് വണ്ടി? നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കണതൊക്കെ 2 രൂപ ചോദിക്കണേ. 2 രൂപ ചോദിക്കണ്ട്. നമുക്കിത് 1.85 കൊടുക്കാം. 1.85 കൊടുക്കാം. ഓക്കെ. ഡീസൽ വണ്ടിയാണ്. 1.85 ഫൈനലായിട്ട് തരാന്ന് മൂപ്പര് പറയുന്നത്. കനം കൂടിയ വണ്ടിയാണ്. സെഡാൻ വണ്ടിയാണ്. കുറച്ചോ നീളം ഉണ്ടാവും വണ്ടിക്ക്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാലി. നല്ല വണ്ടിയാണ്. നല്ല സീറ്റ് കവർ പുതിയത് നമ്മൾ തന്നെ ചെയ്താണ്. ഓക്കെ. ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. പുതിയ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തും നല്ല കാണാത്ത ഒരു മോഡൽ കൂടിയ വണ്ടിന്റെ ലുക്ക് തന്നെ ഉള്ളത്. ഒരു പഴയ വണ്ടി എന്ന് പറയൂല അല്ല കണ്ടാൽ. അപ്പൊ നമുക്ക് ഒരു 7 സീറ്റർ വണ്ടി നമുക്ക് പരിചയപ്പെടാം. മാരുതിയുടെ എർട്ടിഗ ആണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ മുജിബ് ഖാന്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി. കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞുതരും. ഇത് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോഡിലാണ്. ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ പേരെന്താണ്? നാറുകര. ഓക്കെ. സ്കൂളിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള യാർഡാണ് കേട്ടോ. അമൃത വിദ്യാലയം. ഓക്കെ. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വണ്ടികൾ ഒരു 10-20 വണ്ടി ഇനിയുണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇവിടെ ഒരു എർട്ടിഗ ഡീസൽ പെട്രോൾ? ഡീസൽ വണ്ടിയാണ്. ഓക്കെ. എത്ര മോഡൽ തന്നെ? ഇത് 2015 മോഡൽ. ഓക്കെ. പറഞ്ഞോളി. അത് തേർഡ് ഓണറാണ്. 1.30 ഓട്ടം. ഓക്കെ. മെക്കാനിക്കലൊക്കെ ഫുള്ള് ഫിറ്റാട്ടെ. ഇഞ്ചൻ വർക്ക് ഫുള്ള് കഴിഞ്ഞ വണ്ടിയാണ്. 70,000 രൂപ കൊടുത്തിട്ട് ഇഞ്ചൻ വർക്ക് എടുത്ത വണ്ടിയാണ്. ഇഞ്ചൻ വർക്ക് എടുത്തിട്ട്. ഇത് മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. ഇത് ഏകദേശം എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഏകദേശം 1.30. 1.30 നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കണം. ഓക്കെ. ഒരു ടാക്സിക്കാർക്കല്ലോ പറ്റുമോ വണ്ടി? പറ്റൂല. ടാക്സിക്കാരൊക്കെ നോക്കണ്ടെങ്കിൽ നോക്കി കളി കേട്ടോ. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.5 നമ്മൾ ചോദിക്കുന്നത്. 5.5 ഒരു 5.30 കിട്ടി നമുക്ക് കൊടുക്കാം. 5.30 കിട്ടി കൊടുക്കൂല. ഇതിനൊക്കെ ഫിനാൻസ് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം 4.45 വരെ ഫിനാൻസ് എന്തായാലും. മാക്സിമം 10-20-30 ഉറുപ്പിക ഉണ്ടെങ്കിൽ 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ കറക്കാം. ഓക്കെ. എന്തായാലും ഫസ്റ്റ് അടവൊക്കെ ഇപ്പൊ ലോൺ ഇട്ടാല് ഫസ്റ്റ് ഒരു അടവ് കൊടുക്കാണ്ടാവും അല്ലേ? അപ്പൊ എന്തായാലും 10-30 ഉറുപ്പിക എന്തായാലും വേണ്ടി വരും. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ.